ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 4G വണ്ടി ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് ജനറൽ സർവീസിൻ്റെ കൂട്ടത്തിൽ കൂടെ പറഞ്ഞേക്കുന്നത് ബാക്ക് സൈഡ് വീലിൻ്റെ ഭാഗത്തു നിന്ന് സൗണ്ട് വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. കാരണം ബ്രേക്ക് ലൈനർ കഴിഞ്ഞ ദിവസം മാറ്റിയതാണെന്ന് പറഞ്ഞിരുന്നത്. ബ്രേക്ക് ലൈനറും ബ്രേക്കിൻ്റെ കേബിളൊക്കെ മാറ്റിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അതേപോലെ എഞ്ചിൻ ഓയിൽ ഗിയർ ഓയിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ മാറ്റിയുള്ള രീതിയിൽ പറഞ്ഞിരുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ടെന്നുള്ള വെച്ച് പറഞ്ഞിട്ടുണ്ട്. ബാക്ക് ബ്രേക്ക് ലൈനർ മാറ്റിയതിന് ശേഷം ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ടിൻ്റെ ദിവസം പറഞ്ഞിരുന്നത്. പിന്നെ ഉള്ളത് സൈലൻസറിൻ്റെ ഭാഗം തുരുമ്പുണ്ടായിരുന്നു. അപ്പോൾ സൈലൻസർ കോട്ടിങ് പറഞ്ഞിട്ടുണ്ട്, വാട്ടർ സർവീസ്, ഇതൊക്കെയാണ് മെയിനായിട്ട് പറഞ്ഞാണ് വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ എൻ്റെ വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ ബാക്ക് സൈഡിൽ നിന്ന് സൗണ്ട് ഉണ്ട്. അപ്പോൾ വർക്കിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. വർക്കിന് കയറ്റി നമ്മളതിൻ്റെ സൈലൻസർ ഓൾറെഡി നമ്മൾ അഴിച്ച് കോട്ടിങ്ങിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ സൈലൻസർ കോട്ട് ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും സൈലൻസർ കോട്ട് ചെയ്ത് കിട്ടും നമുക്ക്. പിന്നെ അതേപോലെ തന്നെ കംപ്ലയിൻറ്റ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിലിട്ടാണ് ഈ ബ്രേക്ക് ലൈനറാണ് ഈ കംപ്ലയിൻറ്റ് കാണിക്കാൻ കാരണം കേട്ടോ. അത് ഡ്യൂപ്ലിക്കേറ്റഡ് ബ്രേക്ക് ലൈനറാണ് കിടക്കുന്നത്. ബ്രേക്ക് ഷൂ ഡ്യൂപ്ലിക്കേറ്റ് ആണത്. ഇതിപ്പോൾ നോക്കുമ്പോൾ അറിയാം ഈ ഭാഗമൊക്കെ ലൈനർ പിടിക്കുന്നുണ്ട്, ഈ സൈഡൊന്നും പിടിക്കുന്നില്ല. അത് ആ ലൈനറിൻ്റെ ക്വാളിറ്റിയിലൊന്നും മിസ്റ്റേക്കാണ്, അത് അലൈൻമെൻറ്റ് പ്രോബ്ലം ആണത്. ഈ ഭാഗത്തെ ലൈനർ നോക്കുമ്പോഴും ഈ ഭാഗം പിടിക്കുന്നുണ്ട്. ആ പിടിക്കുന്ന ഭാഗമാണ് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ, പിടിക്കാത്ത ഭാഗം അതേപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം കേട്ടോ. അപ്പോൾ അത്രയും ഭാഗം ബ്രേക്ക് ഹബിനകത്ത് പിടിക്കാത്തൊരു കണ്ടീഷനിലാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് ആ സൗണ്ട് കാണിക്കുന്നത് കേട്ടോ. നമുക്ക് ആ സൗണ്ട് മാറണമെന്നുണ്ടെങ്കിൽ ഈ ലൈനർ മാറ്റി കമ്പനി ഒറിജിനൽ ലൈനർ ഇടാം. ഇതിപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കിടക്കണേ. ഒറിജിനൽ ലൈനർ ഇട്ട് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ബ്രേക്ക് ക്യാമും കൂടിയൊക്കെ കൊടുത്തിട്ട് അയച്ച് ഗ്രീസ് ചെയ്ത് തരുന്നുണ്ട്. ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിന് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഇല്ല. കാരണം ഈ ഡ്യൂപ്ലിക്കേറ്റ് ലൈനർ ഇടുമ്പോൾ പ്രശ്നം ആ കാണുന്ന തേമാനം ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഹബുമേക്കും ആ പ്രോബ്ലം വരും. ആ പിടിക്കാത്ത ചില ഭാഗങ്ങൾ പിടിക്കും, ചില ഭാഗങ്ങൾ പിടിക്കില്ല. ആ ഒരു കണ്ടീഷനിലേക്ക് വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ലൈനർ മാറ്റിക്കളയാനാണ് ഏറ്റവും ബെറ്റർ. ആ നഷ്ടം നോക്കണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു അഭിപ്രായം. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലച്ചിൻ്റെ ഭാഗം കഴിക്കുന്നുണ്ട്. നമുക്ക് ഈ ബാക്ക് സൈഡ് നോക്കുമ്പോൾ ഈ വന്ന പാനലുണ്ടല്ലോ, ബാക്കിലത്തെ അവിടെ ഇവിടെ ചെറുതായിട്ട് പൊട്ടലൊക്കെ വീണിട്ടിരിക്കുന്നുണ്ട്. ഒരു പീസൊക്കെ പൊട്ടിപ്പോയേക്കണതാണ്. ഞാൻ കയറ്റിയപ്പോൾ ലിഫ്റ്റ് നോക്കുമ്പോൾ കണ്ടപ്പോൾ പറഞ്ഞുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് ചെക്ക് ചെയ്യാനുണ്ട്. കുറച്ച് പൊടിയൊക്കെ ഉണ്ട്, അതൊക്കെ നമുക്ക് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററിനെ കിടക്കണം, കമ്പനി ഫിൽറ്റർ കിടക്കണേ. ബാക്കി നമുക്ക് കുറച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. CVT ക്ലച്ചാണ്. നമ്മൾ ഓരോ 4 മാസം കൂടുമ്പോൾ 120 ദിവസമാണ് അതിൻ്റെ സർവീസ് കാലാവധി പറയണേ. ഇപ്പോൾ 4 മാസം എന്നുള്ളത് പറ്റിയില്ലെങ്കിലും 6 മാസത്തിലൊരിക്കൽ നിർബന്ധമായിട്ട് നമ്മൾ ഈ ക്ലച്ചിൻ്റെ ഭാഗം ചെക്ക് ചെയ്യേണ്ടതാണ്. നമ്മൾ കൃത്യമായിട്ട് സർവീസ് ചെയ്ത് പോകണമെങ്കിൽ ഓരോ സർവീസിലും നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യും. എന്തെങ്കിലും പോരാൻ വേണ്ടി കൈയോടെ നമുക്കത് ക്ലിയർ ചെയ്ത് പോലെയാണ് പതിവ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് സർവീസിനോടനുബന്ധിച്ച് നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം അഴിച്ചാണ് ചെക്ക് ചെയ്യാനായിട്ട്. അതിൻ്റെ ബെൻഡെക്സിൻ്റെ ഭാഗം നോക്കുമ്പോൾ ബെൻഡെക്സ് ചെറിയൊരു ടൈറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ലൂബ്രിക്കേറ്റ് ചെയ്ത് കയറ്റിയിടാം കേട്ടോ. കാരണം ഇത് നമുക്ക് സെൽഫ് മോട്ടർ ഓരോ പ്രാവശ്യം സെൽഫ് അടിക്കുമ്പോഴും ഇതിങ്ങനെ ലോഡ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. തൽക്കാലം ലൂബ് ചെയ്ത് കയറ്റിയിടാം. പിന്നെ അതിൻ്റെ വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ, ഇത് ക്ലച്ചിൻ്റെ ഒരു പാർട്ടാണ്. അതിനകത്ത് നോക്കുമ്പോൾ ഈ വെയിറ്റിൻ്റെ ഇവിടെയൊക്കെ തേമാനങ്ങൾ ചെറിയൊരു വേരിയേഷൻസ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഓരോട് കാണിച്ചു തരാം. ഇത് നോക്കുമ്പോൾ ഈ ഭാഗമുണ്ട്, ഈ ഭാഗം ഇച്ചിരി നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട്. എന്നാൽ ബാക്കിയത്തെ ഭാഗങ്ങളിലേക്ക് അത്ര എഫക്ട് ചെയ്തിട്ടില്ല. അത് വേറെ തൽക്കാലം ഒന്നും ചെയ്യേണ്ട, നമുക്കിപ്പോൾ അത് മാക്സിമം ഉപയോഗിക്കാം. അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊരു മെറ്റൽ ബുഷ് ഉണ്ട്, അതാണ് അതിൻ്റെ വെയിറ്റ് കൺട്രോൾ ചെയ്യണേ. ഇത് പൊട്ടി ആ ബുഷിൻ്റെ വന്ന ഒരു ടൈം ആകുമ്പോഴത്തേക്ക് നമുക്ക് മാറ്റിയിട്ടാൽ മതി. ഇപ്പോൾ തൽക്കാലം അത് അങ്ങനെ തന്നെ കിടന്നോട്ടെ, കുഴപ്പമില്ല. ബോസ് ഡ്രൈവ് ആണെങ്കിലും ചെറിയൊരു പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാറ്റിയിടുമ്പോൾ നമുക്ക് ആ വേരിയേറ്റർ ബോഡി, ഈ ബോസ് ഡ്രൈവ്, ഈ ബുഷുകൾ അതങ്ങനെ സെറ്റായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ പരമാവധി ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. മാക്സിമം ഓടിക്കോട്ടെ, കുഴപ്പമില്ല. നെക്സ്റ്റ് സർവീസിലായാലും നമ്മൾ ഇതേപോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യും. എന്നിട്ട് കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സർവീസിൽ നമുക്ക് കൂടുതലായിട്ട് കംപ്ലയിൻറ്റ് കാണുകയാണെങ്കിൽ അടുത്ത സർവീസിൽ മാറ്റി കളഞ്ഞാൽ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് യൂണിറ്റ് ആയാലും നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അറിയാം ഇവിടെയൊക്കെ ചെറിയതായിട്ട് ഒരു സ്ക്രാച്ച് പോലെ വന്നിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് വാട്ടർ പേപ്പർ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് റീസെറ്റ് ആക്കിയിടാം കേട്ടോ. അതിൻ്റെയാണ് ചെറിയ വണ്ടി എടുക്കുന്ന സമയത്ത് ഒരു ജെർക്കിങ്ങും കൂടി കാണിക്കുന്നത് അതിൻ്റെയാണ്. കിക്കർ വീല് നമ്മളൊന്ന് അഴിച്ച് കൂട്ടത്തിൽ ഗ്രീസ് ചെയ്യുന്നുണ്ട്. ഈ ബെൽറ്റും ക്ലച്ച് ഷോക്ക് വർക്ക് ചെയ്തിട്ടുള്ള പൊടിയൊക്കെ ഈ കവറിൻ്റെ ഉള്ളിൽ നല്ല രീതിയിലുണ്ട്. അതൊക്കെ ഒന്ന് ബ്രഷ് ചെയ്ത് കളഞ്ഞിട്ട് എയർ അടിച്ച് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി, കമ്പനി ബെൽറ്റ് കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ബെൽറ്റാണ്. പക്ഷേ നമുക്ക് അതിൻ്റെ ഉണ്ടല്ലോ ബെൽറ്റിൻ്റെ ഈ സെൻറ്റർ ഭാഗത്തേക്ക് നോക്കുമ്പോൾ എല്ലാ ഭാഗവും പൊട്ടു വീണിരിക്കാണ്ടോ. അപ്പോൾ അത്യാവശ്യം നമുക്കത് എമർജൻസി ആയിട്ട് മാറ്റേണ്ട ഒരു പാർട്ടാണ് ഈ ബെൽറ്റ് എന്ന് പറയുന്നത് കേട്ടോ. കാരണം അതല്ലെങ്കിൽ ഇത് എന്തായാലും അടുത്ത സർവീസുകാർക്ക് എടുക്കില്ല. കാരണം ഈ ഭാഗം നല്ല രീതിയിൽ പൊട്ടൽ വീണിട്ടുണ്ട്. ഇത് കൈയോടെ നമുക്ക് മാറ്റി പോകണമെന്ന് നല്ലത്. ഓൾറെഡി നമുക്ക് ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമാണ് അഡീഷണൽ ആയിട്ട് വരുള്ളൂ. കാരണം ജനറൽ സർവീസിൽ ക്ലച്ച് ഗ്രീസിങ്ങിന് വേണ്ടിയിട്ട് അഴിച്ചേക്കണം കൊണ്ട് തന്നെ ഓൾറെഡി നമുക്ക് ലേബറൊന്നും വരില്ല. ആ ബെൽറ്റ് മാത്രമേ നമുക്ക് മാറ്റിയിടാവുന്ന ബെൽറ്റിൻ്റെ എമൗണ്ട് വരുള്ളൂ. ഏകദേശം നമുക്കൊരു 500 താഴെ 460 അങ്ങനെ കണ്ടോ, ഒരു 500 താഴെയാണ് നമുക്ക് അതിന് കോസ്റ്റ് തന്നെ കേട്ടോ ബെൽറ്റിൻ്റെ റേറ്റ്. അപ്പോൾ അത് നമുക്ക് ആ കൂട്ടത്തിൽ കൂടെ ക്ലിയർ ചെയ്ത് പോകാം. പിന്നെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് നോക്കുമ്പോൾ പറയത്തക്ക ലീക്കേജ് ചെറിയൊരു നനവുണ്ട്. പക്ഷേ നമുക്ക് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യേണ്ട. ചോക്കിൻ്റെ കേബിൾ, ആക്സിലേറ്റർ കേബിൾ, ഇത് രണ്ടും നമ്മൾ ചെക്ക് ചെയ്തു, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കിൻ്റെ ഒരു കേബിളൊക്കെ പുതിയ കേബിൾ കിടക്കണേ. പക്ഷേ അത് കമ്പനി കേബിളായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. വേറെ കുഴപ്പമൊന്നുമില്ല, തൽക്കാലം കിടന്നോട്ടെ. അതേപോലെ തന്നെ ഈ ലിങ്കിൻ്റെ ബുഷുകൾ, ഈ വന്ന ബുഷ് ചെറിയൊരു പ്ലേ, ഈ സൈഡ് പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഷോക്കിൻ്റെ ബുഷ് മാറണ്ട, ലിങ്കിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് മാത്രമായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. ആ 2 ബുഷ് മാറ്റി ഗ്രീസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ ഭാഗം നമുക്കത് ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഫ്രണ്ട് ബ്രേക്ക് ലൈനർ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ബ്രേക്ക് ലൈനറും ഏകദേശം നമുക്കൊരു 80% നമ്മുടെ ഉപയോഗം കഴിഞ്ഞേക്കണം കേട്ടോ. പരമാവധി ഓടിക്കോട്ടെ, നമുക്ക് മാക്സിമം ഓടിച്ചിട്ട് നമുക്ക് മാറ്റിയാൽ മതി.
ജസ്റ്റ് ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്തിയെന്നുള്ളൂ. ഫ്രണ്ട് ടയറൊക്കെ ആയാലും അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. ഹബിനായാലും ചെറിയൊരു സ്ക്രാച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ പൊടിയൊക്കെ കിടക്കുമ്പോഴാണ് പ്രശ്നം. നമ്മൾ ഓരോ സർവീസിൽ കഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്ത് വിടാണെങ്കിൽ ആ ഭാഗം കറക്റ്റായിട്ട് പൊക്കോളും. അപ്പോൾ നമുക്കത് പേപ്പറൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം. ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററിയുടെ കണ്ടീഷൻ കൂടി നമ്മൾ കൂട്ടത്തിൽ നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ബാറ്ററി നമ്മൾ അതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ 12.74 വരുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിലവിലൂടെ ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ വലിയ താമസമില്ലാണ്ട് നമുക്ക് സെൽഫിൻ്റെ കംപ്ലൈൻറ്റ് കാണിക്കാൻ തുടങ്ങും വണ്ടി. ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. നമുക്ക് സെൽഫ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ആംബിയർ കറക്റ്റായിട്ട് വരും. ഇപ്പോൾ ഓൾറെഡി കംപ്ലൈൻറ്റ് കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിലവിൽ വലിയ താമസമില്ലാണ്ട് നമുക്ക് ബാറ്ററി മാറ്റി വെക്കേണ്ടതായിട്ട് വരും. അത് കംപ്ലൈൻറ്റ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് പൈസ മുടക്കണ്ട. കംപ്ലൈൻറ്റ് മാറ്റി വെക്കുമ്പോൾ നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആമറോട്ട് കിട്ടുമെങ്കിൽ ആമറോട്ട് ബാറ്ററി വെക്കണമായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. കാരണം താരതമ്യേന കംപ്ലൈൻറ്റ്സ് കുറവായിട്ട് കാണുന്നു. അതുകൊണ്ടാണ് നമ്മൾ സജഷൻ പറഞ്ഞത് കേട്ടോ. നോക്കിയിട്ട് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് ഒക്കെ നയിച്ച് ക്ലീൻ ചെയ്തിടുന്നുണ്ട്. വലിയ പഴക്കമായിട്ടില്ല. എനിക്ക് തോന്നുന്നു എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ കൂടെ തന്നെ പ്ലഗ് മാറ്റി കാണണം. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അഴുക്കായിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് മാറ്റി പുതിയതിട്ടേക്കാം. വലിയ വിലയൊന്നുമില്ല. ഏകദേശം ഒരു 50 താഴേക്കാണ് നമുക്ക് അതിന് കോസ്റ്റ് വരുന്നത്. പിന്നെ അത് കൂടാണ്ട് നമുക്ക് ആ സൈലൻസർ കോട്ടിങ് കൂടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമുക്ക് മാറ്റേണ്ടി വന്ന പാർട്സ് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഒന്ന് നമുക്ക് ഈ ബാക്കിലത്തെ ബ്രേക്ക് ഷൂ മാറ്റാം. ഇത് പുതിയ ബ്രേക്ക് ഷൂ ആണെങ്കിൽ പോലും നമുക്കിത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ആ കംപ്ലൈൻറ്റ് മാറില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും. ഇത് കിടന്ന് ഓടുന്തോറും നമ്മുടെ ബാക്ക് വീലിൻ്റെ ഹബ്ബും കംപ്ലൈൻറ്റ് വരാനുള്ള സാധ്യതയും കൂടുതലാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് സൈലൻസർ കോട്ടിങ്ങിന് അയച്ചിട്ടുണ്ട്. സൈലൻസർ കോട്ടിങ്ങിൻ്റെ എമൗണ്ട് വരും. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് ഈ ഐറ്റം നമുക്ക് മാറ്റേണ്ടതാണ്. ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ബുഷ് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ ബുഷ് മാത്രം മാറ്റി ബാക്കി നമുക്ക് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കി എടുക്കാം. ബാറ്ററി ഓൾറെഡി കംപ്ലൈൻറ്റ് ഉണ്ട്. ഞാൻ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തണമെന്നില്ല. ശ്രദ്ധയിൽ ഓർമ്മയിൽ വെച്ചേക്കാം. ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. പിന്നെ വരുമ്പോൾ നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലൊക്കെ ഒന്ന് വെച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ എയർ ഫിൽറ്ററൊക്കെ അത് മതി. ക്ലച്ചിനകത്ത് വരുമ്പോൾ നമുക്ക് ഈ ബെൽറ്റാണ് കംപ്ലൈൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ബെൽറ്റ് നമുക്ക് മാറ്റാനുള്ള രീതിയിൽ എസ്റ്റിമേറ്റിൽ കൂട്ടുന്നുണ്ട്. അപ്പോൾ ഞാനത് അത്രയും ഭാഗം വാട്ടർ സർവീസ് അടക്കം ജനറൽ സർവീസ് അടക്കം ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം. വീഡിയോ കാണാം. കണ്ടതിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ റിപ്ലൈ ഇട്ടാലും മതി. അല്ലെങ്കിൽ വാട്സാപ്പിൽ നമ്മുടെ കോൺടാക്ട് നമ്പർ ഇടക്കണ്ടോ അതിനകത്തേക്ക് ഡയറക്റ്റ് വിളിക്കണമെങ്കിൽ വിളിക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും നമുക്ക് റിപ്ലൈ ചെയ്യണേ. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.